ഹമേ ഡിഫൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ മustha. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ 2025 ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടും അതുപോലെ 2024 എഴുതുന്നവർക്കും വേണ്ടിയും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് തന്നെയാണ് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വളരെ നേരത്തെ ജോയിൻ ചെയ്യുന്നത് 1 ഡിസംബർ മുതലാണ് ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് മുൻകൂട്ടി ജോയിൻ ചെയ്യുന്ന 10 പേർക്ക് സ്പെഷ്യൽ ഓഫറോട് കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ക്ലാസ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. അതുപോലെ തന്നെ ആ ഒരു ഓഫറിൽ 10 പേർക്കുള്ള ഒരു ഓഫറാണ്. നമുക്കൊരു ഫീസ് വരുന്ന അതിൻ്റെ 50% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് വെറും 10,000 രൂപക്ക് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാം ഉണ്ട് ഒരു ഓഫറിൽ. ഓക്കെ, അപ്പോൾ അത് കുറച്ച് പേർക്കാണ്. അപ്പോൾ ആ ഒരു ഓഫറിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫറോട് കൂടി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ പ്ലസ് PCM ആണ്. വിത്ത് ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് ഉണ്ട്, ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് ഇല്ലാതെയുണ്ട്. അപ്പോൾ 2025 ഇപ്പോൾ ഈ വർഷം പഠിക്കണമെന്ന് അതോ ഈ വർഷം എക്സാം എഴുതണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, പക്ഷേ നമുക്ക് സമയം കുറവാണോ എങ്കിൽ അടുത്ത വർഷത്തേക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യാം, 2025 വേണ്ടില്ല ഒരു 1.5 വർഷം മുന്നേ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് പ്രോഗ്രാം പോകുന്നത്. ഈ വർഷത്തെ എക്സാം പിന്നെ നമുക്കൊരു 6 മാസത്തോളമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പഠിക്കുന്നതും പറ്റും, അതിനുവേണ്ടിയുള്ള ബാച്ചുകളും വേറെ നടക്കുന്നുണ്ട്. ഇതിലേക്ക് മുതൽ ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം പ്രിലിംസിന് മുന്നേ തന്നെ നമ്മൾ പ്രിലിംസിലോട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കവർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് 25 ഫോക്കസ് എങ്കിൽ കൂടിയും എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം എക്സാം ഇതിനു വേണ്ടി എഴുതി നോക്കിയാലും എന്തായിരിക്കും, നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള NCERT മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. NCERT SCERT മുതൽ ക്ലാസ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സബ്ജക്ട്സും NCERT ക്ലാസ് ആയിട്ടും അതിന് തന്നെ വളരെ ഷോർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയും അതുപോലെ തന്നെ നോട്ട്സ് ഉണ്ടാക്കി എന്ത് ചെയ്യേണ്ടത്, സമയം കളയേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ട്സ് അതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് NCERT ഉള്ളത്. അത് കഴിഞ്ഞാൽ PCM എന്ന് പറയുമ്പോൾ പ്രിലിംസ് കം മെയിൻസ്, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും വളരെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ സബ്ജക്ട്സും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഉണ്ട്. അത് ലൈവ് ക്ലാസ്സും ഉണ്ട്, റെക്കോർഡിങ്സും ഉണ്ട്. ഈ റെക്കോർഡിങ്സിന് അൺലിമിറ്റഡ് വാലിഡിറ്റി ഉണ്ടോ, എന്തെങ്കിലും കാരണവശാൽ ക്ലാസ് കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് എടുത്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും സിലബസ് ഒന്നും മാറുന്നില്ലല്ലോ, അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാതെ കാണാവുന്നതാണ്. UPSC പഠിച്ചാൽ നിങ്ങൾക്ക് AS ഇതിലൂടെ കവർ ചെയ്യാൻ പറ്റും. ഒരുപാട് സിലബസ് തന്നെ സെയിം ആണ്. പിന്നെ 1 ഇയർ കറണ്ട് അഫയേഴ്സ് അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 1.5 വർഷം ഇത്ര നേരത്തെ തുടങ്ങുന്നവർക്ക് ഇത് മുതൽ ഈ മാസം മുതൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഡെയിലി ബേസ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും കൂടി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഡെയിലി ഹിന്ദുവിന്റെ അനാലിസിസ്, പിന്നെ മന്ത്ലി ക്ലാസ് ഡെയിലി ക്ലാസ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. മന്ത്ലി ക്ലാസ് നമ്മുടെ പ്രോഗ്രാമിലുള്ളവർക്കും എന്ത് ചെയ്യും, അവൈലബിൾ ആക്കുന്ന രീതിയിലാണുള്ളത്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് തന്നെ ഓപ്ഷൻ സബ്ജക്ട് എക്സ്ട്രാ ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്, തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ഓപ്ഷൻസ് ഏതാ നോക്കിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് ഉണ്ട്. അത് മെൻറ്ററിംഗ് ഇല്ലാതെയും ചെയ്യാം, മെൻറ്ററിംഗ് കൂടെയും ചെയ്യാം. മെൻറ്ററിംഗ് ആകുമ്പോൾ കുറച്ച് ഫീസും കൂടി ചെറിയൊരു ഫീസ് അതിലേക്ക് കൂടും. മെൻറ്ററിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലും മെൻറ്റർ ഉണ്ടാവും, നിങ്ങളെ പഠനം മോണിറ്ററിംഗ് ചെയ്ത് വീക്കിലി ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് പഠിക്കാനുള്ള തന്ന് വീക്കിലി ബേസിൽ ആൻസർ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് ആകുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ മെൻറ്റർ ഉണ്ടാവും, നിങ്ങളുടെ പഠനം ഓരോ സമയത്ത് മോണിറ്ററിംഗ് ചെയ്ത് വ്യക്തമായ ട്രാക്കിലൂടെയാണോ നോക്കി നിങ്ങളുടെ പഠനം ഏറ്റവും നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് റിസൾട്ട് കൂടുതൽ ഉണ്ടാക്കിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് എന്ന് പറയും. അപ്പോൾ അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മോട്ടിവേഷനും കാര്യങ്ങളും അത് വീക്കാവുമ്പോൾ സപ്പോർട്ട് ചെയ്യാനും പഠിക്കാനൊക്കെ ഫോഴ്സ് ചെയ്യാനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ മെൻറ്ററിങ്ങിനോട് കൂടിയും ജോയിൻ ചെയ്യാം, മെൻറ്ററിംഗ് ഇല്ലാതെയും ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്ര നേരത്തെ ജോയിൻ ചെയ്യുന്നത് പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഒന്നൊരു റിലാക്സ് ആയിട്ട് പഠിക്കാൻ പറ്റും. 2025 ഇപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബേസിക് കാര്യം മുതൽ UPSC കുറിച്ചുള്ള ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള NCERT മുതൽ എന്ത് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. കംപ്ലീറ്റ് ഒരു 10, 20, 25 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മെയിൻസും പ്രിലിംസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, അനാലിസിസ് നടത്തിക്കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും അതിന് മാർക്കുണ്ട്. നമുക്ക് പേടി വരുമ്പോൾ പല പഠിച്ച കാര്യങ്ങളും മറന്നു പോകും. അതുകൊണ്ടാണ് നമുക്കൊരു കോൺഫിഡൻസ് വേണം. ആ പേടി ഒഴിവാണെന്നൊക്കെ പറയുന്നത്. ആ പേടി ഒഴിവാൻ വേണ്ടി നമ്മൾ മാക്സിമം ടെസ്റ്റ് സീരീസുകൾ ചെയ്ത് നോക്കുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിനൊക്കെയുള്ള സമയം നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ വേണം. അപ്പോൾ നമുക്ക് ഈ വർഷത്തേക്ക് വേണ്ടിയൊക്കെ പുതിയ ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു പ്രശ്നം പറയുന്നതെന്ന് വെച്ചാൽ കുറഞ്ഞ സമയം ഉണ്ടാവണം. സമയത്തിനുള്ളിൽ ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ടെസ്റ്റുകൾ എഴുതി നോക്കാനുള്ള സമയം എന്ത് ചെയ്യും, നമുക്ക് കിട്ടാതിരിക്കും. അപ്പോൾ അതൊക്കെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ തുടങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് ഇയറിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു തുടങ്ങുന്നതും ഈ കോഴ്സോട് കൂടി നല്ലതായിരിക്കും. കാരണം ഒരുപാട് സമയം കിട്ടും, കുറച്ച് ടൈം എടുത്തുകൊണ്ട് ക്ലാസ്സുകൾ കംപ്ലീറ്റ് പഠിക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതി
ഏറ്റവും ബേസിക് ലെവൽ മുതൽ തന്നെ പഠിച്ച് കറണ്ട് അഫയേഴ്സ് നല്ല തുറവായിട്ട് പഠിച്ച് വീക്കായിട്ടുള്ള ഏരിയക്ക് കൂടുതൽ സമയം കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോഴ്സ് പോകുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ട് ഇനിയും വല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, നമ്പറുമായിട്ട് ബന്ധപ്പെടാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. പുതിയ ബാച്ച് നമുക്ക് ഡിസംബർ ഫസ്റ്റ് വീക്ക് മുതലാണ് ക്ലാസ് വരുന്നത്. അപ്പം ആ ക്ലാസ്സോട് കൂടി തന്നെ എന്ത് ചെയ്യുക, അധികം താല്പര്യമുള്ളവർ ഫസ്റ്റ് ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യുക, ഓറിയന്റേഷൻ ക്ലാസ് മുതൽ തന്നെ മിസ്സാവാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള വീഡിയോയുമായിട്ട് ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, മറ്റുള്ള വീഡിയോസിൽ വരാം. അപ്പം അതുവരെ